ഹായ് വിവീസ്, വളരെ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബുദ്ധി ഏതെല്ലാം വിധത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് വളരെ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും പല പ്രോജക്റ്റുകൾ ചെയ്തു നോക്കുകയും ചെയ്തു. അതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇന്ന് നിങ്ങൾക്ക് തരികയാണ്. അതായത് 45 ഏജ് വരെയുള്ള ആളുകൾക്ക് അവരുടെ ബുദ്ധി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് ഞാനിത് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനുവേണ്ടി ചില മാർഗങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിച്ച് കളയാറുണ്ടല്ലോ. അതായത് സിനിമ കാണുക, മ്യൂസിക് കേൾക്കുക, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം, അല്ലേ, വാട്സാപ്പ് കയറിക്കൊണ്ടിരിക്കാം, യൂട്യൂബിൽ ചാനലുകൾ മാറ്റി മാറ്റി കാണാം. അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ബുദ്ധി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ നമ്പർ 1 ആണ് ക്രോസ് വേർഡ് പസിൽ. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ക്രോസ് വേർഡ് പസിൽസ്. ഈ ക്രോസ് വേർഡ് പസിൽസ് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ആ ഗെയിം തന്നെയാണത്. അത് നമ്മളുടെ ബുദ്ധിയെ വികസിപ്പിക്കുകയും അതോടൊപ്പം നമ്മൾക്ക് നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം ഏകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയുള്ളതാണ് സുഡോക്കു വളരെ നല്ല ഒരിതാണ്. അതായത് നമ്മുടെ ബ്രെയിനെ ഇത് വളരെയധികം എന്താണ് റീഫ്രഷ് ചെയ്യുമെന്ന് തന്നെ പറയാം. കുറച്ചുകൂടി ബുദ്ധി ഉണർത്താനും ഒരു ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കാനും നമ്മുടെ ബുദ്ധി എത്തുന്ന വിധത്തിൽ സുഡോക്കു നമ്മളെ സഹായിക്കും. അപ്പോൾ സുഡോക്കു നിങ്ങൾക്ക് കളിക്കാം, അതോടൊപ്പം ക്രോസ് വേർഡ് പസിൽസ് കളിക്കാവുന്നതാണ്. അടുത്തതാണ് മെമ്മറി കാർഡ് ഗെയിം. മെമ്മറി കാർഡ് ഗെയിം വളരെ നല്ലതാട്ടോ. അതായത് ഈ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഗെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി, ഓർമ്മശക്തി വളരെയധികം കൂട്ടാൻ നമുക്ക് കഴിയും. മെമ്മറി കാർഡ് ഗെയിം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ക്രിയേറ്റീവ് തിങ്കിങ്. ഈ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലതും ചെയ്യാവുന്നതാണ്. അതായത് ഒരു കാര്യം നിങ്ങൾക്ക് പല വഴിയിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ആശയം തോന്നുവാണ്, ആ ആശയത്തെ നിങ്ങൾക്ക് പല വഴിയിലൂടെ അവതരിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഒരാളുടെ മുമ്പിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കണമെന്നിരിക്കട്ടെ, അതിന് ഒരു മാർഗമല്ല ഇരിക്കുന്നത്, പല മാർഗങ്ങളുണ്ടാവും. ഇത് നിങ്ങളുടെ ക്രിയേറ്റീവ് പവറിനെ വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നല്ല നല്ല ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. ആ ആശയങ്ങളെ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പുറത്തെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്നതാണ്. ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് നിങ്ങളുടെ IQ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അടുത്തത് മേക്ക് യുവർ ഓൺ ടാസ്ക് ആണ്. മേക്ക് യുവർ ഓൺ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെയുള്ള കഴിവുകൾ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ടാസ്ക് പോലെ അത് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിലെ രൂപം തെളിഞ്ഞു വരികയാണെങ്കിൽ അത് പെയിൻറ്റിങ് രൂപത്തിലൂടെ പുറത്തു വരാവുന്നതാണ്. അതുതന്നെ അടുത്തതാണ് വിഷ്വൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഒറിഗാമി എന്നുള്ളത്. നിങ്ങൾക്കത് പേപ്പർ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേപ്പറിൽ പല രൂപങ്ങൾ വെട്ടി ഉണ്ടാക്കി എടുക്കുന്നതാണ് ഒറിഗാമി എന്ന് പറയുന്നത്. ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് ഒറിഗാമി. ടീച്ചേഴ്സ്, പ്രൊഫഷണൽസ്, സ്റ്റുഡൻസ് എല്ലാവരും ഒറിഗാമിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് അവർ തന്നെ ഈ ഒറിഗാമി ഇത് ഉണ്ടാക്കുന്നുണ്ട്, രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ല നല്ല കളർ പേപ്പറുകളാണെങ്കിലോ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ കളർ പേപ്പറുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട രൂപങ്ങൾ വെട്ടിയെടുക്കാവുന്നതാണ്, മനുഷ്യരുടെ രൂപങ്ങൾ വെട്ടിയെടുക്കാവുന്നതാണ്, പലതരത്തിലുള്ള സയൻസ് പരമായിട്ടുള്ള രൂപങ്ങൾ വെട്ടിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിൽ മെനഞ്ഞെടുക്കാവുന്നതാണ്. അതൊരു ഷേപ്പിലേക്ക് വരുത്തുന്നതാണ്. അതാണ് ഒറിഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊന്ന് വളരെയധികം ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ IQ നോർമലായിട്ട് ഒന്ന് വികസിപ്പിച്ചെടുക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രയോ സമയം കളയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ IQ ലെവൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇൻക്രീസ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.